ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാൻ മാവൊക്കെ കുഴച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് മാവ് കലക്കി ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നേരെ ഇത് അരിപ്പയിലോട്ട് മാറ്റിയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ചെറിയ കട്ടകൾ എന്തെങ്കിലും മാവിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും. ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പും പഞ്ചസാര ഇടുന്നത് അപ്പുമാണ് കേട്ടോ. അപ്പോൾ അടുത്ത് വന്നിരിപ്പുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി ചെയ്തപ്പോൾ. ഇനി ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഉപ്പും പഞ്ചസാരയും മാവും കൂടെ ഒന്ന് യോജിച്ച് കിട്ടണം. അതിനുശേഷം നമുക്കിതിൽ വെള്ളം ചേർത്തിട്ട് സാധാരണ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 കപ്പ് മാവ് എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളം മതിയാവും. നമ്മൾ സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ, അത് മതിയാവും. അപ്പോൾ അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബാറ്റർ ഒരുപാട് കട്ടിയാവാനും പാടില്ല, എങ്കിലും ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും ഉരുക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നും കൂടെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരുപാട് അങ്ങ് താഴ്ത്തി സ്പ്രെഡ് ചെയ്യരുത്. ഇതുപോലെ ഒന്ന് മേൽഭാഗത്ത് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ആ ഒരു മാവിൻ്റെ ആ ഒരു കളറെല്ലാം മാറി വരുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം നമ്മൾ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പ്രാവശ്യം കൂടെ മറിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ മറിച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ നല്ല ഫുൾക്ക മോഡൽ തന്നെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ ചപ്പാത്തി തന്നെയാണ്, കറക്റ്റ് ചപ്പാത്തിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.